എല്ലാവർക്കും ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ ഇത്രയും നന്നായി വളർത്തിയതിന് ഇത് കണ്ട ഓരോരുത്തർക്കും ഓരോ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരു വർഷമായി നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എനിക്ക് കമൻറ്റ് ലൈക്ക് എല്ലാം ചെയ്ത ഓരോരുത്തർക്കും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് റോണ്ട ബേണിൻ്റെ ഒരു അധ്യായത്തെക്കുറിച്ചായിരുന്നു. ഇന്നും ഞാൻ അതിനെ തുടർന്ന് ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ജപ്പാൻ വളരെയധികം ഒരു ധനിക രാഷ്ട്രമാണ്. അവിടെയുള്ള ആൾക്കാർ വളരെയധികം അധ്വാനശീലികളാണ്. അപ്പോൾ നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് എന്തായാലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ലേ. നമുക്കറിയാം, അവിടെ എന്താണ് പറയുക, ആകെ അങ്ങോട്ട് തകർന്ന് തരിപ്പണായ ഒരു രാജ്യം ഇപ്പോഴും ഏറ്റവും നന്നായിട്ട് അവിടെ ആൾക്കാർ ജീവിക്കുന്ന, അതുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെന്നും നന്ദി പ്രകാശിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ നന്ദി പ്രകാശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മളുടെ ഇല്ലായ്മേനെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. എനിക്കത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയില്ലല്ലോ, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇതിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. നമുക്ക് എന്താണോ ഉള്ളത് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കൽ കുറവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ നമുക്കത് വളർത്താൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ നമുക്കതിനെ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? ഇതാണ് നമ്മളുടെ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഉന്നമനത്തിനായിട്ട് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മളൊരു നന്ദിയുള്ള ആൾക്കാരാവുക എന്ന് തന്നെയാണ്. എങ്ങനെയാണ് നമുക്കതാവാൻ പറ്റുക? നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റു അല്ലേ, നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അപ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദിയോടെ സ്മരിച്ച് ഭഗവാനെ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ ഒന്ന് ഓർത്ത് നമ്മുടെ ഇഷ്ടഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങാം. അപ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ അറിയിക്കുക. പിന്നെ നമ്മൾ വെറുതെ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയധികം ബ്ലെസ്സിങ്സ് നമുക്കുണ്ട് അല്ലേ. നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. കിടപ്പിലായ ആൾക്കാർ എത്ര പേരുണ്ടെന്നറിയോ? അതായത് മുകളിൽ മാത്രം അവർക്ക് കണ്ടിട്ട് കിടക്കാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെയല്ല. നമ്മൾ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ വീടിൻ്റെ പുറത്ത് നമ്മൾ ചെല്ലുമ്പോൾ പ്രകൃതിയിലുള്ള നേച്ചർ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ വീശുന്ന നല്ല രസമായ കാറ്റ്, നല്ല രസമുള്ള ഭംഗിയാർന്ന പൂക്കൾ, അതുപോലെ നാച്ചുറൽ ബ്യൂട്ടി. നമ്മൾ കേരളീയർക്ക് പറയണ്ട അല്ലേ, അത്രയും അനുഗ്രഹീതരാണ് നമ്മൾ. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുള്ളൂ. അത്രയും മഹത്തരമായിട്ടുള്ള, ഏറ്റവും ക്ലീനായിട്ടുള്ള, എത്ര മനോഹരമായിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മളെല്ലാവരും ജനിച്ചു വീണത്. അപ്പോൾ അതിന് നമ്മൾ നന്ദി പറയുക. പിന്നെ നമ്മൾ കേരളീയർക്കിപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് പുറമേയുള്ള ഫുഡ് കഴിക്കണം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ അതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ നേരവും നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ നല്ല ആഹാരം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ അമ്മയോ അമ്മമ്മയോ അല്ലെങ്കിൽ ആരാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ നല്ല രസകരമായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പുതിയതും പഴയതായിട്ടുള്ള യൂട്യൂബിലത്തെ വീഡിയോ ഒക്കെ കണ്ട് പുതിയ രീതിയിലുമൊക്കെ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരുന്നവരാണല്ലേ. അപ്പോൾ ഈ ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കുക. നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അത് നമ്മളുടെ ഒരു എന്താ പറയുക, അതിന് നമുക്ക് അർഹതപ്പെട്ടതാണത്. പക്ഷേ നമ്മൾ വാങ്ങിച്ചതുമാണ്, നമ്മുടെ പണം കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതുമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാറ് നടാനും വിത്ത് വിതയ്ക്കാനും അത് കൊയ്യാനും അതിനെ കുറേ തരത്തിലുള്ള പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് അത് അരിയായിട്ടും ചോറായിട്ടും ഭക്ഷണമായിട്ടും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ
ഒരു ഭക്ഷണം കിട്ടുമ്പോൾ ഇതിൽ ഉപ്പില്ല, അല്ലെങ്കിൽ ഇതിൽ ഇന്ന ഇത് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ആ ഭക്ഷണം നമുക്ക് എത്തിച്ചു തന്ന, നമുക്ക് ഉണ്ടാക്കി തന്ന എല്ലാവരോടും നന്ദിയോടുകൂടി നമ്മൾ ആ ഭക്ഷണം കഴിക്കുക. അത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ, നമുക്ക് അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ബ്ലെസ്സിങ് വരികയാണ്. അതാണ് ഈ നന്ദിയുടെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ കഴിക്കുന്ന ഫുഡിന് നമ്മൾ നന്ദി പറഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പുറമേ നിന്ന് നമുക്ക് സേവനങ്ങൾ ലഭിക്കുന്നുണ്ടല്ലേ. നമുക്കൊരു അസുഖം വന്നു, അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ നമുക്കൊരു സാധനങ്ങൾ വേണം, അപ്പോൾ നമ്മളൊരു കടയിലേക്ക് പോകും. എവിടേക്ക് പോയാലും അവർ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു സർവീസ് തരുന്നുണ്ട്. നമ്മളപ്പോൾ അതിന് നന്ദി പറയുക. ഒരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ പോലും അവർ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വായ കൊണ്ട് നമുക്കിങ്ങനെ നേരിട്ട് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാനസികമായിട്ടെങ്കിലും നമ്മളൊന്ന് മനസ്സുകൊണ്ട് അവരോട് നന്ദി പറയുക. അതൊരു ശീലമാക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ വെച്ചടി നമ്മളൊരു സിമ്പിൾ മനുഷ്യനാവും. ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സൗന്ദര്യം കാണാൻ സാധിക്കും. ആ സൗന്ദര്യം തന്നെയാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയ അതൊരു ചെറിയ വാക്കാണെങ്കിൽ പോലും അത് നമ്മളെ അത് മഹാന്മാരും മഹതികളും ആക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അല്ലേ. അതൊക്കെ നമ്മൾ പഴയ കാലം തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ശീലമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ട് എല്ലാവർക്കും ഷെയറിങ്, അതുപോലെ ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണ്. പക്ഷേ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കത് നമ്മളുടെ ലൈഫിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ലൈഫ് അതാണ്. അല്ലെങ്കിൽ ഒരാൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിച്ചു, ഒരാൾ എനിക്ക് ഈ ഭക്ഷണം വേണ്ട ആ ഭക്ഷണം, അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ വെച്ചുള്ള എല്ലാ കാര്യങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഒരു മേശമേലിരുന്നിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ താഴത്താണ് ഇരിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ, അത് പക്ഷേ ഷെയർ ചെയ്ത് കെയർ ചെയ്ത് അങ്ങനെ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ കുറേ സംസാരിച്ചു. ഇനി നമ്മളുടെ വീട്ടിൻ്റെ വൃത്തിയും ശുദ്ധിയും, അത് നമ്മളെപ്പോഴും നന്ദി നമ്മൾ പറയാമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജപ്പാനിലുള്ള ആൾക്കാർ ഏറ്റവും അവരുടെ വീടിന് അവർ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നു. അവരുടെ ഏറ്റവും സേഫസ്റ്റ്, അവരുടെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അവരുടെ വീടാണ്. അതുകൊണ്ട് തന്നെ അവരേറ്റവും വൃത്തിയായിട്ട് വെക്കുന്നതും വീടാണ്. അവരുടെ ഷൂസൊക്കെ ഒരു ഭാഗത്ത്, അതുപോലെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വളരെ കമ്പോസ്റ്റായിട്ട് നല്ല വൃത്തി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഭയങ്കര ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ്. നമ്മൾ കേരളീയരും അങ്ങനെ തന്നെയാണ്. നമ്മളറിയാം, നമ്മൾ അടിക്കും, അതുപോലെ തുടച്ച് അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. എന്നും നേരം വെളുത്ത് നമ്മളെല്ലാവരും കുളിച്ച് വിളക്കൊളുത്ത് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമുക്കൊരു ദിവസം പോലും അത് മാറ്റി വയ്ക്കാതെ ഈ ക്ലീനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മൾ അങ്ങനെ വൃത്തിയും ശുദ്ധിയോട് കൂടിയിട്ട് നമ്മുടെ വീടിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം, ആ ഒരു നന്മ, ആ ഒരു നന്ദി നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റുള്ളവരിലേക്കും നമ്മുടെ പരിസരത്തേക്കും അതെന്താവും, അത് പരക്കും. അറിയോ, നമ്മളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു സുഖം, ഒരു ആശ്വാസം അത് നൽകും. അപ്പോൾ അതാണ് ഈ സിമ്പിൾ ലൈഫിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു നന്ദി എന്ന ഈ ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു പദം അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ വഴിക്ക്, ഇനി അപ്പോഴൊന്നും നമുക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകളോ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് ആ സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഒന്ന് നന്ദി നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. വെറുതെ പുറത്തേക്കൊന്ന് നടക്കാനിറങ്ങി, അപ്പോൾ കേൾക്കുന്ന പക്ഷികളുടെ ആ മനോഹരമായ സംഗീതം,
നല്ല ഭംഗിയിൽ ഉണ്ടാവുന്ന മഴ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് എത്ര നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റുമല്ലേ. വെള്ളച്ചാട്ടം വേണോ, നദികൾ വേണോ, പുഴകൾ വേണോ, തോടുകൾ വേണോ, എന്തെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് കണ്ടാലും അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം ഭഗവാനോട് നമ്മൾ നന്ദി അറിയിക്കുക. നമ്മുടെ സഹജീവികളോട് എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുക. ഇത് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഒരു 5-10 ഗ്രാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എഴുതുക. ഏറ്റവും നല്ല ടൈം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ വഴിക്കുമാണ്. ഇതിനൊക്കെ നമ്മൾക്ക് കുറേ സമയമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യണ്ട. ഇതിന് വളരെ കുറഞ്ഞ ടൈം മതി. അതായത് ഒരു 1-2 മിനിറ്റ് ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറി മറയുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് കൂടുതൽ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സ്ട്രെസ്സാണ് അല്ലേ, ഭയങ്കര ടെൻഷനാണ്. എന്തിനാ നമ്മുടെ അതുപോലെ സ്ക്രീൻ ടൈം നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത്ര സമയം ഞാൻ മൊബൈൽ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതൊക്കെ ആവുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും മനോഹരമാവുന്നത് നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടി എല്ലാവരും കൂടുതൽ നന്മയുള്ളവരും അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുന്നവരും ആയിത്തീരാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.